എന്താ മാം? എവിടെയായിരുന്നു നീ? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇല്ല മാം. മാം എന്തിനാ വിളിച്ച്? അത് കൃഷ്ണയുടെ കാര്യം പറയാനാ. കൃഷ്ണയ്ക്ക് കുറച്ചുകൂടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് വേണം. അവളുടെ സംസാര രീതിയും അവൾ പറയുന്ന തമാശകളും ഒക്കെ നവീന്റെ കുടുംബക്കാർക്കും ഇഷ്ടമാവുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് എല്ലാവരുടെയും കണ്ണുമൂടാനൊന്നും പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് നവീന്റെ ഫ്രണ്ട്സിന്റെ മുന്നിലേക്ക് പോകേണ്ടി വരില്ലേ? അവരെ പരിചയപ്പെടേണ്ടി വരില്ലേ? ഈ കുസൃതികളൊന്നും അതിന് മതിയാവില്ല. പുറത്തുനിന്ന് വേറെ ആരെങ്കിലും വിളിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട മാം, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഓക്കെ. ആ പിന്നെ ഗാഥമോളോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ എളിമയൊക്കെ കാണിക്കണം എന്ന് അവളോട് പറയണം. അവളുടെ തമാശകളൊന്നും എന്റെ മോളുടെ അടുത്ത് വേണ്ട. നമ്മുടെ ആവശ്യത്തിനല്ലേ മാം കൃഷ്ണ വന്നിരിക്കുന്നേ. അപ്പൊ ക്ഷമ കാണിക്കേണ്ടത് നമ്മളല്ലേ? ഗാഥ മാഡത്തിനോട് മാമിനൊന്ന് പറഞ്ഞൂടെ? ശീലിച്ച തുടർ ജീവിതത്തിന് അത് നല്ലതല്ലേ? അപ്പോ ഗാഥയുടെ പെരുമാറ്റത്തിൽ പ്രശ്നം ഉണ്ടെന്നാണോ നിന്റെ അഭിപ്രായം? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല മാം. നോക്ക് സിനി, എന്റെ മോളുടെ പെരുമാറ്റങ്ങള് ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയ ആളല്ല നീ. പുതിയതായിട്ട് വേറൊരുത്തി വന്ന് കയറിയതിന്റെ പേരിൽ ആരുമായിട്ടും എന്റെ മോളെ കമ്പയർ ചെയ്യണ്ട. മനസ്സിലായോ? യെസ് മാം. പറഞ്ഞ ജോലി അനുസരിച്ചാൽ മാത്രം മതി. സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നും വേണ്ട. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒരുത്തിക്ക് വിട്ടുകൊടുത്തതിന് വേണ്ടത്ര അനുഭവിച്ചതന്നെ. ഇനി ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ജോലി രാജിവെച്ച് പോകാനായിട്ട് ഉദ്ദേശമുണ്ടോ നിനക്കും? ഇല്ല മാം. മാം എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പറഞ്ഞ സാധനങ്ങളെല്ലാം റെഡി. ദാ മുത്തശ്ശിയുടെ മരുന്ന്. അടുത്ത പ്രാവശ്യം നേരത്തെ പറയണം കേട്ടോ. പിന്നെ നമ്മള് സ്ഥിരമായിട്ട് മേടിക്കുന്ന കടയിൽ ചെന്നപ്പോഴേ എല്ലാം പഴയതാ. ഞാൻ മേടിച്ചില്ല. ഞാൻ പുതിയൊരു കട കണ്ടുപിടിച്ചു. അവര് കൊള്ളാം. മണിക്കുഞ്ഞെ, കൈക്ക് വേദനയുണ്ടോ? ഓ, എന്ത് വേദനയാ അമ്മേ. എന്റെ വേദന പണിയെടുത്തങ്ങ് മാറൂന്നേ. എവിടെ സാറ്? നവീൻ മുറിയിലുണ്ട്. ശരി. സുമിത്രേ, നവീനോട് പറയണം ഒരു കാലത്തും മാണിക്കുഞ്ഞിനെ പിരിയാൻ പാടില്ല എന്ന്. പതുക്കെ പതുക്കെ അവൻ ഈ തറവാട്ടുകാരൻ തന്നെയായി. അമ്മേ, ഇനി വന്നേ. എന്താ? ഇനി വന്നേന്ന്. വാ. എന്താടാ? എന്താ? ദേ നോക്കി. വാ. വാ വാ വാ. നോക്കി. നവീൻ, നവീൻ. എടാ മണിക്കുഞ്ഞ്, താൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നോ? അവരോട്ട് സംസാരിച്ചോ? അതിന് സാറിനോട് പോലീസ് സ്റ്റേഷനിൽ പോകാനല്ലോ പറഞ്ഞത്.
അല്ല പിന്നെ ഞാൻ എന്താണോ പറഞ്ഞേ പറയടോ. സാർ എന്നോട് ഗാഥാമാടത്തെ സ്വപ്നം കണ്ടോണ്ടിരിക്കാൻ വല്ല വഴിയുണ്ടെന്നാ ചോദിച്ചത്. എടോ താന്റെ സ്വഭാവം വെറുതെ മാറ്റല്ലേ. മതിയടാ മതി. ഞങ്ങളും ഇവിടെ നിന്ന് കണ്ടതാ നിന്റെ സ്വപ്നം കാണല്. എന്റെ അമ്മേ, നമ്മുടെ നവീൻ സാറ് കൈവിട്ടുപോയി. ഇപ്പൊ ഏത് സമയവും ഗാഥാമാടമാണ് മനസ്സിൽ. ചില നേരത്തെ ഗാഥാമാടത്തോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കാറുണ്ട്. എടോ താൻ ഒരുപാട് കൊഴുപ്പിക്കല്ലേ. ഞാൻ പറയുവേ, എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. ആ അമ്മേ, ഇനി ഒരു ഒറ്റ മാർഗമുള്ളൂ. ഗാഥാമാടമായിട്ടുള്ള കല്യാണം വലിച്ചു നീട്ടാതെ ഒരു തീയതി അങ്ങ് ഫിക്സ് ചെയ്ത് ഉടനെ അങ്ങ് നടത്തുക. എങ്കിൽ നമ്മുടെ പഴയ നവീൻ സാറിനെ നമുക്കങ്ങ് തിരിച്ചു കിട്ടും. പിന്നെ തറവാട്ടിലെ ആചാരങ്ങളൊക്കെ പറഞ്ഞ് വൈകിപ്പിക്കാനാണെങ്കിലേ ഞാൻ പോയി ഗാഥാമാടത്തെ പിടിച്ചോണ്ട് വന്ന് നവീൻ സാറിന്റെ മുന്നിൽ നിർത്തി കൊടുക്കും. ഡേ, എന്നെ കൊണ്ടങ്ങനെ ചെയ്യിക്കല്ലേ. മാണിക്കുഞ്ഞെ, ഞങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും മാണിക്കുഞ്ഞുണ്ടെങ്കിൽ നവീന്റെ കല്യാണം നടക്കും. നമ്മുടെയൊക്കെ ആഗ്രഹവും നടക്കും. എന്താ നിർമ്മലേ, എന്തു പറ്റി നിനക്ക്? ആകെ ഒരു വെപ്രാളം പോലെ. നീ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? അതോ ഇവിടുന്ന് പോകാനുള്ള കൽപ്പന കിട്ടിയ? എന്താ അച്ഛാ? എന്താ അമ്മേ? അച്ഛ അമ്മ ഇങ്ങോട്ട് തിടുക്കത്തി പോരുന്ന ഞാൻ കണ്ടു. അവര് ചോദിച്ചത് എന്തെങ്കിലും പറയണ്ടേ? എന്താ അമ്മേ കാര്യം? സിത്താരയുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോ നവീൻ പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓർമ്മയുണ്ടോ? നവീൻ എന്ന് പറഞ്ഞത് ആ വിവാഹം നടന്നാലുള്ള ലാഭത്തെ പറ്റിയായിരുന്നു. അതെ, അത് സത്യമാണല്ലോ. അന്ന് ലാഭത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നവൻ ഇന്ന് ഗാഥയോടുള്ള പ്രേമത്തെക്കുറിച്ച് മാത്രമാ സംസാരിക്കുന്നത്. ആ മാറ്റം എങ്ങനെ വന്നതാ? അത് പിന്നെ പരസ്പരം പരിചയപ്പെട്ട് സംസാരിച്ച് അടുത്തൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുമല്ലോ. ഗാഥയെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചാലല്ലേ സിത്താര മാഡത്തിനെ സന്തോഷിപ്പിക്കാൻ പറ്റൂ. എങ്കിലല്ലേ നവീൻ പറഞ്ഞ ലാഭത്തിന്റെ ബിസിനസ് നടക്കൂ. അതല്ല, നവീൻ ലാഭം ഒക്കെ മറന്നു. സിത്താരയുടെ സമ്പത്തൊന്നും ഇപ്പൊ അവന്റെ കണ്ണിലില്ല. അവൻ പറയുന്ന പ്രണയമുണ്ടല്ലോ, അത് സത്യാണ്. പക്ഷേ അവനെ അങ്ങനെ ആക്കി മാറ്റി തീർത്ത ഒരാൾ ഈ കുടുംബത്തിലുണ്ട്. അതാരാണെന്ന് അറിയോ നിങ്ങൾക്ക്? അത് സുമിത്രയായിരിക്കും, അല്ലാതാര്? അല്ല, ആ മാണിക്കുഞ്ഞ്, നവീന്റെ നിഴല് പോലെ കൂടെ നടക്കുന്നവൻ. നവീന്റെ മനസ്സിൽ ഗാഥയോടുള്ള പ്രണയം കുത്തിവെച്ചത് അവനാ. ഇത്രയും ഗൗരവക്കാരനായിരുന്ന നവീനെ ഇന്ന് നമ്മൾ കാണുന്ന പ്രണയരോഗിയാക്കിയത് അവൻ ഒറ്റയൊരുത്തനാ. അത് ശരിയാ. പലപ്പോഴും നവീനെ അയാള് പലതിനും നിർബന്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും സ്ട്രിക്റ്റ് ആവാൻ പാടില്ല, വിവാഹം കഴിക്കുന്ന പെണ്ണിന്റെ മുന്നിൽ സോഫ്റ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും നവീൻ നേരിട്ടല്ല തടഞ്ഞത്, മാണിക്കുഞ്ഞ. അത് തന്നെയാ ഞാൻ പറയുന്നത്. മാണിക്കുഞ്ഞ് വേണ്ട രീതിയിൽ നോദിക്കൊടുത്ത നവീൻ നമ്മളെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. പകരം നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാണിക്കുഞ്ഞിനെ പുറത്താക്കിയാലോ? എന്റെ നിർമ്മലെ, കുഴപ്പം പിടിച്ച കാര്യങ്ങളല്ലാതെ ഒന്നും നിന്റെ തലയിൽ വരൂല അല്ലേ? നിർമ്മലെ, ഇനി ഒരു അബദ്ധം പറ്റി നവീന്റെ ഗാഥയുടെ കല്യാണം മുടക്കാൻ പോയിട്ട് ആ കല്യാണത്തിന്റെ ഒരു പന്തിയിലിരിക്കാൻ പോലുള്ള ഇടം പോലും നമുക്ക് കിട്ടി. എങ്കിലതല്ല നടക്കാൻ പോകുന്നത്. നവീന്റെയും ഗാഥയുടെയും വിവാഹം കാണാൻ മാണിക്കുഞ്ഞ് ഈ വീട്ടിലുണ്ടാവില്ല. അതിനു മുൻപ് അവനെ പുകച്ച് പുറത്ത് ചാടിക്കണം. എങ്ങനെ?
മാർഗമൊക്കെ എന്റെ കയ്യിലുണ്ട്. എങ്ങനെ കൂടെ നടന്നാലും മാണിക്കുഞ്ഞ് ഇവിടുത്തെ ജോലിക്കാരനല്ലേ. നവീൻ അവനുമായി തെറ്റും. ബുദ്ധി ഉപദേശിക്കാൻ അവനില്ലെങ്കിൽ നവീനെ നമുക്ക് നമ്മളെ വരച്ച വരെ നിർത്താം. അമ്മ, മാർഗം എന്താണെന്ന് പറ. മാർഗമൊക്കെ ഞാൻ പറയാം, നിങ്ങള് കൂടെ നിന്നാ മതി. മാണിക്കുഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇന്നോ നാളെയോ അത് സംഭവിച്ചിരിക്കും. നിർമ്മലേ, ഉപദേശം ഒന്നും വേണ്ട ഉദേട്ടാ. കളരിക്കൽ കുടുംബത്തിലെ പ്രമാണിമാര് നമ്മളെ തോൽപ്പിച്ച അത് ഞാൻ സഹിക്കും. പക്ഷെ വെറും ഒരു ജോലിക്കാരന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ല. മാണിക്കുഞ്ഞ് അവസാനിച്ചു എന്ന് തന്നെ നിങ്ങൾ കരുതിക്കോ. കൃഷ്ണ, ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നതേ ഏറ്റവും മര്യാദയുള്ളൊരു ഭാഷയാ. എന്നിട്ട് ഇംഗ്ലീഷുകാർക്കൊന്നും മര്യാദയില്ലല്ലോ. അവരല്ലേ നമ്മളെ കുറെ കാലം അടിമകളാക്കി വെച്ചത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. ഇംഗ്ലീഷിൽ എന്ത് സംസാരിക്കുമ്പോഴും മര്യാദയുടെ ചില വാക്കുകൾ അതിന്റെ ഒപ്പം ചേർക്കണം. ഉദാഹരണത്തിന്, നമുക്കൊരാളോട് പേര് ചോദിക്കണമെന്ന് വെക്ക്. എങ്ങനെ ചോദിക്കും? അതൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ നെയിം? അങ്ങനെ ചോദിക്കാം. പക്ഷേ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നവര് ചോദിക്കുന്നത് വേറൊരു രീതിയിലാ, അല്പം വിനയത്തോടെ. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഗുഡ് നെയിം എന്ന് വെച്ചാ നല്ല പേരെന്നല്ലേ? അയാളുടെ പേര് വീരപ്പൻ എന്നാണെങ്കിലോ? കൃഷ്ണ ഒന്ന് പറഞ്ഞു നോക്ക്. യുവർ ഗുഡ് നെയിം പ്ലീസ്. യുവർ ഗുഡ് നെയിം പ്ലീസ്. ബെറ്റർ ആക്കണം. പിന്നെ എവിടുന്നെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ എന്താ ചോദിക്കുന്നതെന്നറിയോ? അതിനെന്താ പറയുന്നത്? ഇത് ഞാൻ എടുത്തോട്ടെ എന്ന്. നോ, ക്യാൻ ഐ ടേക്ക് ദിസ് എന്നാണ് ചോദിക്കേണ്ടത്. ക്യാൻ ഐ ടേക്ക് ദിസ്. പിന്നെ ഇതൊക്കെ പൊതുവെയുള്ള കാര്യങ്ങളാ. ചിലപ്പോ നമുക്ക് ചില ഫംഗ്ഷൻസിനൊക്കെ പോയേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരാളുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കുക. അവിടെ ചെല്ലുമ്പോ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറയണം. അതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ പിള്ളേര് പോലും പറയുന്നതാ. ഓക്കെ, എങ്കിൽ ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങള് സ്റ്റൈലായിട്ടൊന്ന് തിരിച്ചു പറഞ്ഞേ. അതെ, ഈ സായിപ്പന്മാര് സംസാരിക്കുന്നതൊക്കെ ഞാൻ നമ്മുടെ പഴശ്ശിരാജ സിനിമയിൽ കണ്ടിട്ടുണ്ട്. യുവർ ഗുഡ് നെയിം പ്ലീസ്. Can I take this? Many, many happy returns of the day. ഇംഗ്ലീഷ് പഠിപ്പിക്കലാണോ അതോ അവളുടെ മിമിക്രിയാണോ ഇവിടെ നടക്കുന്നത്? സോറി മാം. ഈ ഇരിപ്പ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സിനി? ഒരുവിധം ഒക്കെ ആയിട്ട് വരുന്നുണ്ട് മാം. കൃഷ്ണ, ഞാൻ പഠിപ്പിച്ചതൊക്കെ മാഡത്തിന്റെ മുന്നിലെന്ന് പറഞ്ഞു. പറയും മോളെ, നിന്നെ കൊണ്ട് പറ്റും. നിനക്കെന്താ ഇവിടെ കാര്യം? അത് പോ. Your good name, please. Can I take this? Many, many happy returns of the day.
ഗുഡ്. ഉച്ചാരണം കുറച്ചുകൂടെ ബെറ്റർ ആവണം. എനിവേ നൈസ്. മിടിക്കാണല്ലോ. മാഡത്തിന്റെ അപ്രീസിയേഷൻ കിട്ടുക പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല. അതെന്ത് സാധനം ഇപ്പൊ പറഞ്ഞേ? അപ്രീസിയേഷൻ എന്ന് വെച്ചാ അഭിനന്ദനം. ഓ, ഇംഗ്ലീഷുകാരെ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. എങ്ങോട്ടേക്കാ? ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല. പിന്നെന്തിനീ ആഭരണങ്ങളൊക്കെ വെച്ച് ഭംഗി നോക്കുന്നേ? വലിയ വലിയ തറവാടുകളിലൊക്കെ ആഭരണങ്ങൾക്ക് വലിയ സ്ഥാനമാ. അതറിയോ നിനക്ക്? അതെനിക്കറിയാം നിർമ്മലേ. അല്ല, ഇതിപ്പോ ഇവിടുന്ന് ഈ ആഭരണങ്ങള്? ഇതൊക്കെ അമ്മയുടെ ആഭരണങ്ങളല്ലേ? അച്ഛൻ ഇതുവരെയും കണ്ടിട്ടില്ലേ? നിന്റെ അച്ഛനെ എന്നെ ശരിക്കും കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കും. ഇങ്ങനെ ബോധമില്ലാത്തൊരു മനുഷ്യൻ. എന്റെ നിർമ്മലേ, നിന്റെ കയ്യിൽ നിന്ന് 4-5 ചീത്ത കേൾക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നീ ഈ ആഭരണം കൊണ്ട് എവിടെ പോവാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറ. ഉദയേട്ടനെ പഴയ കഥകളൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? അക്കൂട്ടത്തിലെ രാജാക്കന്മാരുടെ ആഭരണങ്ങള് ഭൃത്യന്മാര് മോഷ്ടിച്ച കഥകള് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാ? ഒന്ന് പറഞ്ഞേ. നിനക്കിത് എന്ത് പറ്റി നിർമ്മലേ? പറയൂതേട്ടാ. അത് പിന്നെ ഈ രാജാവിന്റെ ചുറ്റുവട്ടത്തൊക്കെ നിൽക്കുന്നവർക്ക് രാജാവിന്റെ ആടയാഭരണങ്ങളോ അലങ്കാരങ്ങളോ ഒക്കെ കാണുമ്പോ ഒരു കൗതുകം തോന്നുമല്ലോ. അങ്ങനെ ചിലരൊക്കെ ചില മോഷണ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ രാജചിഹ്നങ്ങളുള്ള അത്തരം ആഭരണങ്ങൾ പുറത്തു കൊണ്ടുപോയി വിൽക്കാനോ ഉപയോഗിക്കാനോ ശ്രമിച്ചാൽ അവർ ഉറപ്പായും പിടിക്കപ്പെടും. പിടിയിലായാൽ സംശയം എന്ത്? തലവെട്ടിക്കളയും. ഈ വീട്ടിലെ രാജാക്കന്മാർക്ക് ഒരു ഭൃത്യനല്ലേ ഉള്ളൂ, മാണിക്കുഞ്ഞു. മാണിക്കുഞ്ഞിന് കൊടുക്കുന്നത് ആഭരണങ്ങൾ വെച്ച് തന്നെ പോരെ? ആഭരണങ്ങൾ വെച്ചോ? ഏത് ആഭരണങ്ങള്? ഞാൻ ഉറപ്പിച്ചടി മോളെ, മാണിക്കുഞ്ഞിന് പുറത്തേക്ക് പോകാനുള്ള വഴി കളരിക്കൽ കുടുംബത്തിലെ പൈതൃകമായ ആഭരണങ്ങളാ. നിർമ്മലേ, പണി പാളിയാ പിന്നെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. മാണിക്കുഞ്ഞു മണ്ടന, അയാൾ ഇതിൽ വീഴൂതേട്ടാ. നിർമ്മലയുടെ പ്രാർത്ഥന ദൈവ എന്നും തട്ടിക്കളയില്ല മോളെ. നിർമ്മലയുടെ സമയം തെളിഞ്ഞു. മാണിക്കുഞ്ഞിന് ഇനി കഷ്ടകാല. കഴിച്ചോ? അല്ല, ഇതെന്താ നിങ്ങൾ രണ്ടാളും ഒന്നിച്ച് ഒരു സ്ഥലത്താണ് ജോലിക്ക് പോകുന്നേ? എന്റെ തങ്കേച്ചി, കൃഷ്ണയുടെ ഓഫീസിൽ ചെന്ന് പണിയെടുക്കാനുള്ള പഠിപ്പൊന്നും എനിക്കില്ല. ഞാൻ പണി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കൃഷ്ണയെ വിളിച്ചു നോക്കൂ. കൃഷ്ണ ഇറങ്ങാറായെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോരും, അത്രേ ഉള്ളൂ. ആഹാ, നിങ്ങൾ രണ്ടാളും വന്നോ? മോളെ കൃഷ്ണേ,
കുറച്ചു നേരം മുമ്പ് വരെ ഇവിടെ തങ്കം ഭയങ്കര ബഹളമായിരുന്നു. എന്തുറ്റമ്മേ? വെറുതെ ഇരുന്ന് സംസാരിച്ചു തുടങ്ങിയതാ. പിന്നെ മരിക്കാറായി, അവിടെ നിന്ന് വിളി വന്നു എന്നൊക്കെ പറഞ്ഞ്. പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഞാൻ നോക്കിയിട്ട് പറ്റണ്ടേ? എന്താ അമ്മ ഇത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്താ? ഒന്നുമില്ല മോളെ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ അരുതാത്ത ചിന്തകളൊക്കെ മനസ്സിൽ കയറി വരിക. ആ, പോവാണെങ്കിൽ അങ്ങ് പോട്ടെ. ഇനിയിപ്പൊ എന്താ പേടിക്കാനുള്ളത്? നിനക്ക് നല്ലൊരു ജോലിയുമായി, കൊള്ളാവുന്ന ശമ്പളവുമായി. നിന്റെ കാര്യം നോക്കാൻ നിനക്ക് പ്രാപ്തിയായി കഴിഞ്ഞാ പിന്നെ അമ്മയുടെ ആവശ്യമൊന്നുമില്ല. ഒന്നും മിണ്ടാതിരുന്നേ. വേദനിപ്പിക്കാൻ ഒരു മടിയുമില്ല. പോട്ടെ, അമ്മയൊരു വയസ്സെത്തി. എന്തെങ്കിലും പറഞ്ഞതാന്ന് കരുതി അങ്ങ് വിട്. പിന്നെ അമ്മ നിന്നോടൊരാഗ്രഹം പറഞ്ഞിരുന്നില്ലേ, നിന്റെ ഓഫീസിലേക്ക് അമ്മയൊന്ന് കൊണ്ടുപോകണമെന്ന്? അസുഖമൊക്കെ മാറി വരട്ടെ എന്നിട്ട് കൊണ്ടുപോകാന്ന് നീ പറഞ്ഞു. പക്ഷെ അതിനായി കാക്കണ്ട. എനിക്കങ്ങോട്ട് വന്നേ പറ്റൂ. നാളെയെങ്കിൽ നാളെ. അങ്ങനെ ഒരു കാര്യം നടക്കാതെ പോയാല് അത് വല്ലാത്തൊരു വേദനയാവും.